വ്യത്യസ്ത തരം ദുരന്തങ്ങൾ അമേരിക്കയെ വേട്ടയാടുകയാണ്. ഒരു ദുരന്തമായി മാറുമോ എന്ന ആശങ്കയിലേക്ക് ഡൊണാൾഡ് ട്രംപ് കത്തിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ എയർലൈൻ യാത്രാവിമാനവും അതോടൊപ്പം തന്നെ ഒരു സൈനിക ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിമുട്ടി അതിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും യാത്രക്കാരും മരണപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് വളരെ അടുത്തായിട്ടാണ് ഈ വിമാനങ്ങളുടെ കൂട്ടിയിടി ഉണ്ടായത്. ഏതാണ്ട് 30 വർഷങ്ങൾക്കപ്പുറമാണ് അത്തരമൊരു ദുരന്തം ഇതിനു മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. ആകാശത്ത് വിമാനങ്ങൾ കൂട്ടിയിടിക്കുന്ന സംഭവം അത് വളരെ അത്യപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. തങ്ങളുടെ വ്യോമപാതയിൽ ഏതെങ്കിലും വിമാനങ്ങൾ എത്തിയാൽ തിരിച്ചറിയുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അമേരിക്കൻ എയർലൈൻസ് 5342 എന്ന് പറയുന്നത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള വിമാനവുമൊക്കെ ആണെങ്കിലും റീഗൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് വെച്ചാണ് ഇത് തമ്മിൽ കൂട്ടിയിടിച്ച് പോട്ടോമാക് നദിയിലേക്ക് വിമാനവും ഹെലികോപ്റ്ററും തകർന്നു വീണത്. 2 ദുരന്തങ്ങളുടെ നടുവിലാണ് അമേരിക്ക കടന്നു പോകുന്നതെന്ന് പറഞ്ഞത് ഒരു ദുരന്തമായി ട്രംപ് അവിടെയുണ്ട്. ഓരോ മണിക്കൂറിലും എന്തെന്നില്ലാതെ പടച്ചുവിടുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകൾ കണ്ട് പകച്ചു നിൽക്കുകയാണ് അമേരിക്ക. അവിടുത്തെ മനുഷ്യരിലാകെയും ഒരുപാട് ആശങ്കയുണ്ട്. അവിടെ എത്തിയ ആളുകളിലാണ് കൂടുതൽ ആശങ്ക. ആ ആശങ്കയുടെ നടുവിലാണ് ഇത്തരം ദുരന്തങ്ങൾ അവിടെ സംഭവിക്കുന്നത്. അമേരിക്കയിൽ ഇത്തരം ദുരന്തങ്ങൾ സാധാരണമല്ല. ഈ പറയുന്നത് പോലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ആധുനിക സങ്കേതങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള ലോകസമ്പത്തിൻ്റെ ഏതാണ്ട് 1/3 കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയെപ്പോലൊരു രാജ്യത്ത് വരെ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പരീക്ഷണ കാലഘട്ടത്തിൻ്റെ അടയാളം കൂടിയാണ്. സൈനിക വിമാനം അത് ഒരു പരിശീലന പറക്കലോ മറ്റോ ട്രെയിനിങ് മറ്റോ നടത്തുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിമാനവും അമേരിക്കയുടെ വലിയ അഭിമാന ഹെലികോപ്റ്ററാണ്. നിരവധി രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ ഒരുപാട് സംഗതികളൊക്കെ എത്തിച്ചു കൊടുത്ത ഹെലികോപ്റ്ററുമാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കൽ രാജ്യസ്നേഹത്തിൻ്റെ അടയാളമായി സ്വന്തം രാജ്യത്തിന് തോന്നുമ്പോൾ വലിയ മാനവികതയുടെ ദുരന്തം വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളായിട്ടാണ് മനുഷ്യകുലത്തിനാകെയും തോന്നുന്നത്. ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിലും ഈ ഹെലികോപ്റ്ററുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആ ഹെലികോപ്റ്ററിൽ സാധാരണ പരീക്ഷണ പറക്കലുകൾ അല്ലെങ്കിൽ പരിശീലനം നടത്തുമ്പോൾ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരാൾ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇത് ഇപ്പോഴുണ്ടായിരുന്നോ എന്നുള്ള സന്ദേഹവും ഒക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഈ വിമാനത്തിൻ്റെ പൈലറ്റ് അവസാന സന്ദർഭത്തിൽ ഈ ഹെലികോപ്റ്റർ തങ്ങളുടെ പാതയിൽ സമീപത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയച്ച സന്ദേശങ്ങളും അമേരിക്കൻ മാധ്യമങ്ങൾ അവരുടെ ചാനലുകൾ വഴി പുറത്തുവിടുന്നുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കഴിഞ്ഞ് കത്തിക്കരിഞ്ഞ് വിമാനം പൊട്ടിപ്പിളർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു. ട്രംപ് പ്രതികരിച്ചത് ഇതൊരു ഒഴിവാക്കാമായിരുന്ന മനുഷ്യനിർമ്മിത ദുരന്തമെന്നുള്ളതാണ്. കൃത്യമായ വ്യോമപാതയിലാണത്രേ യാത്രാ വിമാനം വരുന്നത്. അതിൻ്റെ ആ വഴികളിലോ മറ്റുള്ളതിലോ ഒന്നും യാതൊരു തെറ്റുമില്ല, കുറവുമില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഇത്രയും താഴ്ന്നു പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഒരു സൈനിക ഹെലികോപ്റ്ററിന് എന്തേ വെട്ടിത്തിരിയാൻ കഴിഞ്ഞില്ലേ എന്നുമൊക്കെയാണ് ട്രംപ് ചോദിക്കുന്നത്. അതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്നാണ് പറയുന്നത്. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം ജീവിച്ചിരിക്കുന്ന ട്രംപ് എന്ന മറ്റൊരു ദുരന്തത്തിൽ നിന്ന് ആ ജനതയെ കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.